ഹായ് ഓൾ. നമുക്ക് ഈ നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കുന്നത് എങ്ങനെ ഒഴിവാക്കാം? എൻ്റെ അടുത്ത് ഒരുപാട് ക്ലാസ്സിൽ ആൾക്കാർ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം ഞാൻ അവർക്കെല്ലാം കൂടെ വേണ്ടിയിട്ട് ഒന്നിച്ച് ആൻസർ പറയാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. നമുക്ക് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കുറച്ച് വഴികൾ ഞാൻ പറയാം. നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് ഉണ്ടായിട്ടുള്ള നന്മകളെക്കുറിച്ചുള്ള അവയർനെസ്, ബോധം. രാവിലെയൊക്കെ ഉറക്കം തെളിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കിടന്ന് എണ്ണുക, എനിക്ക് എന്തൊക്കെ ആരൊക്കെ നന്മ ചെയ്യുന്നവരുണ്ട്, എന്തൊക്കെ നേട്ടങ്ങൾ എനിക്കുണ്ട്, എനിക്കുള്ള ഓരോ നന്മകളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുക. മറ്റൊന്ന്, സ്റ്റാർട്ട് എ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ. ഞാനത് എങ്ങനെ ജേണൽസ് എഴുതുന്നതിനെക്കുറിച്ച് മാത്രം ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എഴുതാനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് കിട്ടും. അപ്പോൾ അതിനകത്ത് നമ്മൾ പോസിറ്റീവ് എക്സ്പീരിയൻസസ് ഒക്കെ എഴുതിപ്പോവാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും സറൗണ്ട് യുവേഴ്സൽ വിത്ത് പോസിറ്റീവ് പീപ്പിൾ. ഈ പറഞ്ഞ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടായിരിക്കണം കമ്പനി എപ്പോഴും. പിന്നെ എപ്പോഴും നെഗറ്റീവ് ന്യൂസും നെഗറ്റീവ് മീഡിയയിൽ നിന്നും അകന്ന് നിൽക്കണം. അതിൻ്റെ എക്സ്പോഷർ, ഇപ്പോൾ പത്രം എടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് ന്യൂസ് വായിക്കുകയോ ചെയ്യരുത്. ഞാൻ സാധാരണ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ പത്രം വായിക്കാറില്ല. ഇടയ്ക്കെങ്ങനെ ഇങ്ങനെ സമയം കിട്ടുമ്പോൾ എങ്ങനെ ഞാനിങ്ങനെ മൊബൈലിനകത്ത് സ്ക്രോൾ ചെയ്ത് പോയി നോക്കിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഓടിച്ചു പോകത്തുള്ളൂ. എനിക്കതിനകത്ത് എൻ്റെ മേഖലയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമുണ്ട് അത് മാത്രമേ നോക്കത്തുള്ളൂ. ഞാനുമായിട്ട് ബന്ധമില്ലാത്ത ഒരു കാര്യം നോക്കും. എൻ്റെ ഇപ്പം മൊബൈലിൽ BBC-യും പിന്നെ ഇക്കണോമിക് ടൈംസും എല്ലാം ഉണ്ട്. ഞാനുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമേ നോക്കത്തുള്ളൂ, അല്ലാതെ എനിക്ക് ആവശ്യമുള്ളത് മാത്രം നോക്കും. ഇനി മറ്റൊരു കാര്യം നമുക്ക് പറ്റുന്നത്, നമുക്ക് വളരെ പ്രയോജനപ്രദമായിട്ട് വരുന്നത് ചാലഞ്ച് ആൻഡ് റീഫ്രെയിം നെഗറ്റീവ് തോട്ട്സ്. അതായത് ഇപ്പം നമ്മൾ ഒരു ബസ് കാത്ത് ആ ബസ്സിന് വേണ്ടി പോകാനായിട്ട് നമ്മൾ സമയത്ത് അവിടെ ചെന്നു. പക്ഷേ കഷ്ടകാലം നമ്മൾ ചെല്ലുന്നതിന് 2 മിനിറ്റ് മുമ്പ് ആ ബസ് പോയി. അപ്പം നമ്മൾ മനസ്സിൽ പറയുവാണ്, ആ ബസ് മിസ് ചെയ്തതിൻ്റെ പുറകിൽ എനിക്കെന്തോ ഒരു നന്മ വരാനുണ്ട്. ഞാൻ വേറെ ഒരു ബസ് കയറി 2-3 ബസ് കയറിയൊക്കെ ആയിരിക്കും. അതിനിടയ്ക്ക് ഞാൻ ചിലപ്പം എൻ്റെ ലൈഫിൽ ലിഫ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരാളെ ഞാൻ ചിലപ്പോൾ പരിചയപ്പെടും. എനിക്കെന്തോ ഒരു ഓപ്പർച്യൂണിറ്റി അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇൻവേരിയബിളി അതിനകത്തൊരു ഓപ്പർച്യൂണിറ്റി കാണും. ട്രെയിൻ മിസ്സിങ്ങിനകത്തോ ഫ്ലൈറ്റ് മിസ്സിങ്ങിനകത്തോ എനിക്കിതൊക്കെ സംഭവിച്ചിട്ടുള്ളതാണ്, ഒരുപാട് സംഭവിച്ചിട്ടുള്ളതാണ്. ജോലി നഷ്ടപ്പെടുന്നതിനകത്ത് ഒക്കെ നമുക്ക് നെഗറ്റീവായിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ റീഫ്രെയിം ചെയ്യുക. അതുകൊണ്ട് എനിക്കുണ്ടായിട്ടുള്ള നേട്ടം ഇങ്ങനെ നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടാകും. പിന്നെ അടുത്തത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ്. അപ്പോൾ നമ്മൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ തന്നെ ജീവിക്കുമ്പോൾ ഇങ്ങനെ കുറേ ദിവസം പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മൾ ഇന്നലകളിലൊന്നും ചിന്തിക്കത്തില്ല. എപ്പോഴും പ്രസൻറ്റ് മൊമെൻറ്റിൽ ഈ നിമിഷത്തിൽ തന്നെ ചിന്തിച്ചുകൊണ്ട് നടക്കും. ഈ നിമിഷത്തിൽ നടക്കുന്നതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും കൂടുതൽ അവയർനെസ്. പിന്നെ ഇടയ്ക്ക് നമുക്ക് ചെയ്യാവുന്നത് എൻഗേജ് ഇൻ ഡീപ്പ് ബ്രീത്തിങ്. നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് സാധനങ്ങൾ കയറാൻ തുടങ്ങുമ്പം അതിനെ വിട്ട് കളഞ്ഞിട്ടൊരു ഡീപ്പ് ബ്രീത്തിങ് എടുക്കുക. പിന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, സെറ്റ് റിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ് ഓർ ഗോൾസ്. നമ്മളെ കൊണ്ട് നടക്കാൻ ഇച്ചിരി പാടുള്ള എന്നാലും നമ്മൾ നടത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. പിന്നെ അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നെഗറ്റീവായി പോകാതിരിക്കാൻ, നമുക്ക് വലിയ ലാർജ് ടാസ്ക് ഉണ്ടെങ്കിൽ അതിനെ ചെറുതാക്കി മാനേജബിൾ സ്റ്റെപ്പാക്കി നമ്മൾ ചെയ്യുക. അടുത്ത നമുക്ക് ചെയ്യുന്നത് സെലിബ്രേറ്റ് യുവർ അച്ചീവ്മെൻറ്റ്. എത്ര ചെറുതാണെങ്കിലും നിങ്ങൾക്കുണ്ടാകുന്ന എന്തെങ്കിലും ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടെങ്കിൽ അതിനെ നമ്മുടെ ആവശ്യം നമ്മളത് സെലിബ്രേറ്റ് ചെയ്യുക. വീട്ടിലുള്ള ഇപ്പം നമ്മുടെ കുടുംബാംഗങ്ങളെയും കൂട്ടിക്കൊണ്ടുപോയി നല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക, ഇത് സെലിബ്രേഷൻ്റെ റീസൺ പറയുക. അടുത്ത ഞാൻ ഗോൾ സെറ്റ് ചെയ്യുന്നുണ്ട്, അത് വിജയിക്കുകയാണ് അടുത്ത വീണ്ടും. അപ്പോൾ അവരുടെ എപ്പോഴും ഒരു പിന്തുണ ഉണ്ടാക്കും. ഇനി ഫോക്കസ് ഓൺ വാട്ട് യു ക്യാൻ കൺട്രോൾ ആൻഡ് വാട്ട് യു കനോട്ട്. അതിന് നമ്മൾ ഫോക്കസ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ ബിയോണ്ടായിട്ട് പലതും സംഭവിക്കും, നമ്മളത് നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ ഡെവലപ്പ് എ പോസിറ്റീവ് മോർണിംഗ് റൊട്ടീൻ. അപ്പോൾ രാവിലെ നമ്മൾ ചെയ്യേണ്ട ഒരു 10 കാര്യങ്ങളെങ്കിലും നമ്മൾ എഴുതിയിട്ട്, അപ്പോൾ ഞാൻ വേറെ യൂട്യൂബ് ചെയ്തിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രാം ചെയ്തെടുക്കാം. ഇനി നമ്മൾ എന്ത് കാര്യം ചെയ്യാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒന്നാമത്തെ കാര്യം നമുക്കൊരു ഡൂ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് നാളത്തേക്ക് ചെയ്യാനുള്ളൊരു ഡൂ ലിസ്റ്റ് എപ്പോഴും നമുക്ക് വേണം. അപ്പോൾ ആ ഡൂ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് നമുക്ക് ചെയ്യാം. അതിനകത്തെല്ലാം തീർക്കാം. അടുത്ത ദിവസത്തെ കൂടെ എഴുതി അങ്ങനെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അത് തീർന്നു കഴിയുമ്പോൾ, അപ്പം ഇന്ന് നമ്മൾ എഴുതി കഴിയുമ്പോൾ നാളെ അത് സക്സസ്ഫുൾ ആകുമെന്ന് കണ്ടുകൊണ്ടാണ് നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ എൻഡവറിലും നമ്മൾ സക്സസ്ഫുൾ ആകുന്ന കണ്ടുകൊണ്ടാണ്. ഒരാളെ നമ്മൾ കാണാൻ പോവുകയാണെങ്കിൽ അതിൽ നിന്ന് പരിണിത ഫലം സക്സസ്ഫുള്ളായിട്ട് കണ്ടുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഇനി മറ്റൊരു കാര്യം ചെയ്യാവുന്നത്, പലപ്പോഴും നമുക്കൊരു ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ ബുക്ക് എടുത്ത് തുറന്നിട്ട് എഴുതാം. നമ്മൾ കീപ്പ് എ ലിസ്റ്റ് ഓഫ് യുവർ സ്ട്രെങ്ത് ആൻഡ് അക്കംപ്ലിഷ്മെൻറ്റ്. നിങ്ങളുടെ കഴിവുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ബലം എന്തൊക്കെയാണ്, നിങ്ങൾ നേടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്.
അതുപോലെ തന്നെ നമുക്ക് നമ്മളെ മറ്റാരെങ്കിലുമൊക്കെ ക്രിട്ടിസൈസ് ചെയ്യും, പക്ഷേ അതിന് നമ്മൾ റീപ്ലേസ് ചെയ്യുക വിത്ത് സെൽഫ് കമ്പാഷൻ. ആ ക്രിട്ടിസൈസ് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട് അതിനെ നമുക്കൊരു ചാലഞ്ചായിട്ട് എടുത്ത് അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റും. പിന്നെ നമ്മൾ ഈ ഓവർ തിങ്കിങ്, ഓവർ അനലൈസിങ് പാസ്റ്റ് മിസ്റ്റേക്ക്, യു അങ്ങനെ ചെയ്ത് കൂടായിരുന്നു, അങ്ങനെ വേണ്ടായിരുന്നു, അങ്ങനെ അതൊക്കെ വിട്ട് കളയാം. ഇനി അതുപോലെ നമുക്ക് ലേൺ ഫ്രം അവർ സെറ്റ് ബാക്ക്. അതിനെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നതിന് പകരം എന്താണ്, അതിൽ നിന്ന് പല കാര്യവും നമുക്ക് പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിലാണെങ്കിലും നമ്മളിരിക്കുന്നതിൻ്റെ ചുറ്റുമൊക്കെ ആണെങ്കിലും ശരി, നമുക്ക് ഏറ്റവും ബലപ്പെട്ട ചില കോട്ട്സ്, ആ കോട്ട്സൊക്കെ നമ്മൾ ഇടയ്ക്ക് നോക്കുക. അഫർമേഷൻസ്, അപ്പോൾ എൻ്റെ ബുക്കിനകത്തൊക്കെ എല്ലാ പേജിലും ഞാൻ കോട്ട്സ് ഇട്ടിട്ടുണ്ട്. വായിക്കുന്ന ആൾക്കാർക്ക് കൂടെ അറിയാൻ ഏറ്റവും ബലപ്പെട്ട കോട്ടുകൾ ഇട്ടിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ സ്പെൻഡ് ടൈം ഇൻ നേച്ചർ. അപ്പോൾ അവിടെ നമ്മൾ കുറച്ചും പെട്ടെന്ന് നമ്മൾ റിഫ്രഷ്ഡ് ആകും, ഒരു വളരെ പോസിറ്റീവ് പെർസ്പെക്റ്റീവ് വരും. ഇനി അപ്പോൾ അഥവാ നെഗറ്റീവ് ഇങ്ങനെ കയറിയിരിക്കുകയാണെങ്കിൽ നമ്മളൊന്ന് നേച്ചറിൽ കൂടെ നടക്കാനായിട്ട് പോയാൽ മതി. പിന്നെ അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ നമ്മൾ റെഗുലറായിട്ട്, അതായത് ഈ ചില ബോഡിയിലാണെങ്കിലും ചില ഈ പറഞ്ഞ ബോഡി കെമിസ്ട്രിയിൽ ചില മാറ്റം വന്ന് ബ്രെയിനിനൊക്കെ വേണ്ടുന്ന ചില ന്യൂട്രീഷൻസ് ഒക്കെ കൺവേർട്ട് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ അത് ഫിസിക്കൽ ആക്ഷനിൽ കൂടെ മാത്രമേ കൺവേർട്ട് ചെയ്യപ്പെടുത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ബോഡി നമുക്ക് വർക്ക് ചെയ്തില്ലെങ്കിൽ, ബോഡി ശക്തമായിട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ ആ ന്യൂട്രിയൻസ് നമുക്ക് കിട്ടാതെ പോകും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും നല്ല സ്ലീപ്പ്, അത് പോസിറ്റീവ് മൂഡിൽ സ്ലീപ്പ് ചെയ്യണം. പിന്നെ ബാലൻസ്ഡ് ഡയറ്റ്, അതുപോലെ നല്ല ന്യൂട്രീഷൻ, ആവശ്യമായ ന്യൂട്രീഷൻ സപ്ലിമെൻ്റ് എടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ കഫൈൻ നമുക്ക് വല്ലപ്പോഴും കഴിക്കുന്ന കുഴപ്പമില്ല, പക്ഷേ നമുക്ക് ഓവർ കഫൈൻ അത് നമ്മൾ ഒഴിവാക്കണം. കഫൈൻ, ആൽക്കഹോളൊക്കെ നമ്മൾ ഉള്ളിൽ കഴിക്കുന്നത് നമുക്ക് എപ്പോഴും ദോഷമാണ്. പക്ഷേ എപ്പോഴും വെള്ളം, ഓരോ അരമണിക്കൂറിലൊരു കുറച്ചെങ്കിലും വെള്ളം, കാരണം അത് എപ്പോഴും എന്താണ്, ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വെള്ളമാണ്. അപ്പോൾ വെള്ളം ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ബോഡിയിലേക്ക്. അപ്പം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെള്ളം പുറത്തേക്ക് പോകും, വീണ്ടും വെള്ളം എപ്പോഴും ആഡ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സെൽഫ് കെയർ ആൻഡ് സെൽഫ് റിലാക്സേഷൻ സ്വയം പ്രാക്ടീസ് ചെയ്യണം. അതിനെ പറ്റിയ മ്യൂസിക്കും ഒക്കെ ഉണ്ട്. മ്യൂസിക് എൻജോയ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ത്രില്ല് ചെയ്യിക്കുന്ന കുറച്ച് മ്യൂസിക് എടുത്തിടാം. പിന്നെ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. യു ആർ യുണീക്ക്. നിങ്ങൾക്ക് ചില ബലഹീനതകളുണ്ട്, കഴിവുകളുണ്ട്. യു ആർ യുണീക്ക്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഫൊർഗീവ്നെസ് എപ്പോഴും പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ മനസ്സിൽ നിന്ന് എന്തെങ്കിലും കിടപ്പുണ്ട് അത് കളയണം കംപ്ലീറ്റ്ലി. ഇനി അതുപോലെ തന്നെ നമ്മൾ ഓപ്പൺ ടു ചാലഞ്ച് ആൻഡ് അഡാപ്റ്റബിലിറ്റി. ഏത് സിറ്റുവേഷനും നമ്മൾ മാറ്റിക്കളയാം. നമ്മൾ സ്വയമായിട്ട് നമ്മൾ ചാലഞ്ച് ചെയ്യണം. പിന്നെ എപ്പോഴും നമ്മൾ ഒരു ഹ്യൂമറൊക്കെ എൻജോയ് ചെയ്യാൻ തുടങ്ങണം. എവിടെയൊക്കെ നമുക്ക് ഹ്യൂമർ കിട്ടുമോ, ലാഫ്റ്ററിന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ ദിവസവും ചെയ്യണം. ഇനി നമുക്ക് ചില ഹോബി, നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ആക്ടിവിറ്റീസ്, ഹോബി ഉണ്ടാകണം. പിന്നെ നമുക്ക് നമ്മുടെ ബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങളാണ് കുറച്ചുകൂടെ ഡീപ്പിലാകാനായിട്ട് നോക്കുക. ഇനി ടോക്സിക് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അവരിൽ നിന്നും അത് ലിമിറ്റ് ചെയ്യാനും ഡിസസോസിയേറ്റ് ചെയ്യാനും. ഇനി നമുക്ക് എപ്പോഴും ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യണം. ഒരു മെൻ്റൽ ഹെൽത്ത് വരണമെന്നുണ്ടെങ്കിൽ പല ആൾക്കാരുമായിട്ടൊരു ബൗണ്ടറി നമുക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ തോട്ടും ഇമോഷൻസും, വലിയ ആശയങ്ങളുണ്ടെങ്കിൽ അതിൽ ലിസ്റ്റായിട്ട് എഴുതി വെക്കണം. പിന്നെ സെൽഫ് ടോക്ക്, നമ്മൾ പ്രാക്ടീസ് സെൽഫ് ടോക്ക്, നമ്മൾ കൂടെ നമ്മളോട് നമ്മൾ പറയണം. പിന്നെ ഈ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ, നെഗറ്റീവായിട്ടുള്ള കാര്യം അതിൽ തന്നെ വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ചില ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ അത് ഒഴിവാക്കണം. റൂമിനേറ്റ് ചെയ്യുക എന്ന് പറയും, നമ്മൾ ഒഴിവാക്കണം. പിന്നെ നമുക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ബുക്ക് എപ്പോഴും നമ്മുടെ കൂടെ ഒരെണ്ണമെങ്കിലും വേണം. പിന്നെ നമുക്ക് ചില പോഡ്കാസ്റ്റ്, ചില മ്യൂസിക്, ചില സ്പീച്ചസ്. എനിക്കാണെങ്കിൽ എപ്പോഴും മ്യൂസിക്കിനെ കഴിഞ്ഞ് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യുന്ന ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ചില സ്പീച്ചസ് ഒക്കെയാണ്. പിന്നെ വിഷൻ ബോർഡ്, അതിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും ഒരു ആവേശം വരും. പിന്നെ നമുക്ക് ചില ചാലഞ്ചസ്, അത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകാനുള്ള താല്പര്യം. പിന്നെ നമുക്ക് ഫോട്ടോ ആൽബം. പിന്നെ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക് എടുക്കാനായിട്ട്. പിന്നെ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ചെയ്യുക. നമുക്കതുപോലെ തന്നെ നമുക്കൊരു പ്രസൻറ്റ് മൊമെൻറ്റിൽ തന്നെ, അല്ലാതെ പാസ്റ്റിലേക്ക് ഇടയ്ക്ക് ചിന്ത പോകാതെ. അതുപോലെ തന്നെ നമുക്ക് ചാലഞ്ചസ്, അതുപോലെ തന്നെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഫോർ ഗ്രോത്ത്. നമുക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം, ഒരു സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റം എപ്പോഴും നമ്മൾ ഉണ്ടാക്കി വെക്കണം. അതുപോലെ തന്നെ നമുക്കൊരു
ഒരു 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 പ്രൊഫഷണൽ ഹെൽപ്പ് ആവശ്യം വന്നു കഴിഞ്ഞാൽ ഏത് കാര്യത്തിനാണേലും അത് നമ്മൾ എടുക്കണം, നമ്മൾ തന്നെ ചെയ്യാനായിട്ട് പോകരുത്. പിന്നെ ഈ പെർഫെക്ഷനിസത്തിന് പോവുകയേ വേണ്ട, നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ ചെയ്താൽ മതി. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാം ഞാൻ തന്നെ ചെയ്യും എന്നുള്ള ആ കാര്യം നിർത്തുക, അതാത് കോമ്പറ്റൻ്റ് ആൾക്കാരെ കൊണ്ട്. പിന്നെ സെൽഫ് അക്സെപ്റ്റൻസ്, സെൽഫ് ലവ് കൂടെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ പോസിറ്റീവ് അഫർമേഷൻസ് എപ്പോഴും നമ്മൾ കൂടെ ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡെയിലി അച്ചീവ് ചെയ്യാവുന്ന ഇൻറ്റൻഷൻസ് ഓരോ ദിവസത്തേക്കും വേണ്ടി നമുക്ക് വേണമെങ്കിൽ കരുതാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് 5 സെക്കൻഡ് റൂൾ എന്ന് പറയുന്ന സംഭവമുണ്ട്, അത് വേണം നമുക്ക് ഉപയോഗിക്കാം. പിന്നെ എല്ലാ ദിവസവും നമ്മൾ റാൻഡം ആക്ട് ഓഫ് കൈൻഡ്നെസ് ചെയ്തിട്ടേ ഉറങ്ങുകയുള്ളൂ, എന്തെങ്കിലുമൊക്കെ. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ലൈഫിൽ അപ്രിഷ്യേറ്റ് ചെയ്യാനുള്ള സമയം കണ്ടെത്തി അത് എൻജോയ് ചെയ്യുക. പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഒരു വണ്ടർ, ക്യൂരിയോസിറ്റി ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്യുക. പിന്നെ സെറ്റ് ബാക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ വളരണം എന്നൊരു ഓർമ്മപ്പെടുത്തൽ, കൂടെ ചോദിക്കുക, ഞാൻ അങ്ങനെ ചെയ്താൽ എന്താ പ്രശ്നം, ഇങ്ങനെ ചെയ്താൽ എന്താ പ്രശ്നം എന്ന് നമ്മൾ സ്വയമായിട്ട് നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നമ്മുടെ എന്തെങ്കിലും ഒരു ചെറിയ പരാജയം ഉണ്ടാവുകയാണെങ്കിൽ ഇതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് സക്സസ്സിലേക്ക് പോകാനുള്ളത്, നമ്മൾ കണക്കൂട്ടിക്കൊണ്ടിരിക്കുക. നമ്മുടെ സ്ട്രെങ്തിലേക്ക്, ഇന്ന സ്ട്രെങ്ത് ഉണ്ടല്ലോ, നോട്ട് ഫോക്കസ് ഓൺ യുവർ വീക്ക്നെസ്, സ്ട്രെങ്തിലേക്ക് എപ്പോഴും ഫോക്കസ് ചെയ്തെടുക്കുക. അപ്പോൾ നെഗറ്റീവ് ജനറലൈസേഷൻ, എല്ലാവരും ഇങ്ങനെയാണ്, നമ്മൾ അതിന് പോവുകയേ വേണ്ട, എന്നെക്കൊണ്ട് പറ്റും നടക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ പോസിറ്റീവായിട്ടുള്ള കോൺവെർസേഷൻസ് പ്രാക്ടീസ് ചെയ്യുക, പോസിറ്റീവായിട്ടുള്ള സെൽഫ് റിഫ്ലക്ഷൻസ് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഗ്രഡ്ജസോ റീസൺമെൻറ്റോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഫൊർഗീവ് ചെയ്ത് അപ്പം തന്നെ അത് ചെയ്യുക. നെഗറ്റീവ് അസംഷൻസ് നമ്മൾ കളയുക. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ വളരെ ഗ്രേഷ്യസ് ആയിട്ട് നമ്മളൊരു കോംപ്ലിമെൻ്റ് ആയിട്ട് തന്നെ കൊടുക്കുക. എവിടെ പോയാലും പോസിറ്റിവിറ്റി കണ്ടു പറയാനായിട്ട് എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ്, എന്ത് കിട്ടിയാലും നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു പോസിറ്റീവ് അഫർമേഷനും ഒരു മന്ത്രായും ഇവിടെ ചെല്ലാനായിട്ട് വേണം. അതുപോലെ തന്നെ നമുക്ക് രാവിലെ ആണെങ്കിലും ഒരു 8-10 കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് വേണം. എല്ലാ ദിവസവും നമ്മൾ സെൽഫ് ഡിസ്കവറി, പുതിയ കാര്യങ്ങൾ കണ്ടെത്താനായിട്ട്. പിന്നെ പുതിയ നമുക്ക് ഇൻഫർമേഷനിൽ നിന്ന് നമുക്ക് ചില ഇൻസ്പിറേഷൻസ് ഉൾക്കൊള്ളാനായിട്ട്. പിന്നെ ഒരു വർക്ക് ലൈഫ് ബാലൻസ്, എപ്പോഴും ലൈഫും കൂടെ അതുമായിട്ട് പോകണം. പിന്നെ നമുക്കൊരു അസർട്ടീവ് ആയിരിക്കണം ജീവിതത്തിൽ, അസർട്ടീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. പിന്നെ ക്ലറ്റർ ഫ്രീ ആയിരിക്കണം. ഇനി അതുപോലെ തന്നെ നമ്മൾ ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ശക്തമായി നമ്മൾ പ്രവർത്തിക്കണം. പിന്നെ റെഗുലർ ബ്രേക്സ് എടുക്കണം. നമുക്ക് ചെറിയൊരു ബ്രേക്ക്, 25 മിനിറ്റ് പ്രവർത്തിച്ച ശേഷം ഒരു 5 മിനിറ്റെങ്കിലും നമുക്ക്. പിന്നെ എപ്പോഴും ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻ ആകാവും. നമ്മൾ നടക്കാത്ത കാര്യങ്ങളെല്ലാം ആലോചിച്ച് അതെല്ലാം എടുത്ത് തലയിൽ വെക്കാനായിട്ട് പോകരുത്. അപ്പം എപ്പോഴും നമുക്ക് അനുകൂലമായിട്ട് സെൽഫ് ഗ്രോത്തിനും പോസിറ്റീവായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംസാരമൊക്കെ നമ്മൾ ചെയ്യാവും. അപ്പം എപ്പോഴും നമ്മൾ പോസിറ്റീവ് സിമ്പലും പോസിറ്റീവ് ഇമേജറിയൊക്കെ നമ്മൾ ഉപയോഗിക്കാം. നമ്മൾ സമ്മാനം കൊടുക്കുന്നത് ഏറ്റവും വിലപ്പെട്ടതും ഏറ്റവും വാല്യൂ ഉള്ളതും നിങ്ങൾ ഏറ്റവും ചെരീഷ് ചെയ്യുന്ന സാധനങ്ങളായിരിക്കണം. എപ്പോഴും പോസിറ്റീവ് വിഷ്വലൈസേഷൻ ആൻഡ് സ്പിരിറ്റ് ഓഫ് ജനറോസിറ്റി ഇതൊക്കെ ആയിട്ട് നമ്മൾ നടക്കാവും. പിന്നെ എപ്പോഴും നമ്മളൊരു കുട്ടികളുടെ പോലെ എപ്പോഴും ഒരു വണ്ടർ നൂർന്നുകൊണ്ട് വേണം നടക്കാനായിട്ട്. അപ്പം പോസിറ്റീവ് തോട്ടിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണോ നമുക്ക് എടുക്കാൻ പറ്റിയത്, അപ്പോൾ എപ്പോഴും ആറ്റിറ്റ്യൂഡ് ഓഫ് അബണ്ടൻസ് നമ്മൾ കൊണ്ട് നടക്കുക. അപ്പോൾ നമ്മൾ അതിൽ തന്നെ ഇങ്ങനെ ജീവിക്കുക. പിന്നെ നമുക്ക് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് വാലിഡേറ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്, അതേ കളയുക. മറ്റുള്ളവരൊന്നും പറയണ്ട. നമ്മൾ പുതിയ തലങ്ങൾ കണ്ടെത്തുക. നമ്മൾക്ക് കൂടുതൽ കമ്പാഷൻ കൊടുക്കാനുണ്ട്, നമുക്ക് ഒരുപാട് ചോയ്സ് കൊടുക്കാനുണ്ട്. ഓരോ ദിവസവും ഒരു ബ്രാൻഡ് ന്യൂ ചോയ്സ് നമ്മുടെ മുന്നേ വരികയാണ്, അതിൽ കൂടി നമ്മൾ കയറും. അപ്പോൾ ഇങ്ങനെ ഞാൻ ഒരുപാട് കോഴ്സുകൾ എടുത്തിട്ടുണ്ട്, നിങ്ങൾ പല കോഴ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും. അതിനിടയ്ക്ക് കോഴ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് പോയി കഴിഞ്ഞിട്ടും ഇങ്ങനെ നമുക്ക് നെഗറ്റീവ് വരും. ചില ആൾക്കാർ ഈ കോഴ്സിൽ അറ്റൻഡ് ചെയ്ത ആൾക്കാർ അവരുടെ ഒരു നെഗറ്റീവ് വരുമ്പോഴത്തേക്കും കൂടെയുള്ള ഒരാളെ വിളിച്ച് നെഗറ്റീവ് പറയും. നമ്മൾ ഏത് യോഗ പഠിച്ചാലോ എന്ത് പഠിച്ചാലോ നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പം പ്രാക്ടീസ് ചെയ്താൽ റിസൾട്ട് ഉണ്ടാകും. കാരണം എന്താ, ഇത് ഞാൻ ഉണ്ടാക്കുന്നതല്ലല്ലോ, ലോകത്തിലെ ഏറ്റവും നല്ലത് എടുത്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നമ്മൾ ആ ഏറ്റവും നല്ല സംഭവം എടുത്തിട്ട് അത് യൂസ് ചെയ്ത് വീണ്ടും യൂസ് ചെയ്യുമ്പോഴേ നമുക്കതുകൊണ്ട് നമുക്ക് പോസിറ്റീവായിട്ടുള്ള പ്രയോജനം നമുക്ക് കിട്ടത്തുള്ളൂ. അതെപ്പോഴും നമ്മളത് ഉപയോഗപ്പെടുത്താനായിട്ട് നോക്കുക. നമുക്ക് അടുത്ത പ്രോഗ്രാമിൽ വെച്ച് കാണാം. ഓൾ ദി ബെസ്റ്റ്.